എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അണ്ണൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ചിക്കൻ അതൊക്കെ അല്ലേ ഞാൻ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ഞാൻ നമ്മുടെ വഴിയിൽ പിന്നെ റോഡിൽ വണ്ടിയൊക്കെ പോകുമല്ലോ, അങ്ങനെ അവരുടെ നിന്ന് വാങ്ങിച്ചേട്ടോ. പൈനാപ്പിൾ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ കൊണ്ടുവന്നവരുടെ നിന്ന് പൈനാപ്പിൾ വാങ്ങിച്ചായിരുന്നു. അതൊന്ന് ചെത്തി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനാണ് പ്ലാൻ. അങ്ങനെ ജ്യൂസ് അടിക്കാനായിട്ടൊക്കെ എല്ലാം അരിഞ്ഞു. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു കട്ടി ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഒരു അത്യാവശ്യം ഇച്ചിരി കട്ടി ഒക്കെ ഉണ്ടല്ലോ, അതിനത് കഴിക്കാനായിട്ട് എടുത്തു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ നല്ല മധുരം. അവസാനം മക്കൾ പറയും ഇത് മിക്കവാറും തിന്ന് തീർക്കത്തേ ഉള്ളൂ, ജ്യൂസ് അടിയൊന്നും നടക്കാനൊന്നും പോകുന്നില്ലെന്ന്. അങ്ങനെ അവർക്കും 2-3 പീസ് അവർക്കും കൊടുത്തു. അങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ തിന്നുകൊണ്ടേയിരിക്കും. നല്ല മധുരമുള്ള കേട്ടോ, ഇത് കിട്ടാൻ പാടാം. മിക്കവാറും കിട്ടുന്നത് പുളിയുള്ളതായിരിക്കും. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചേട്ടോ. അങ്ങനെ 4 ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അങ്ങനെ കുടിക്കാം. അങ്ങനെ കുടിക്കാനായിട്ട് നല്ല സ്ട്രോയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അങ്ങനെ കണ്ടാണ്. ഒരു സെറ്റിനകത്ത് 4 എണ്ണം ഉണ്ട് കേട്ടോ. സംഭവമൊക്കെ അടിപൊളി, ഇങ്ങനെ ഉറിഞ്ചി കുടിക്കാമല്ലോ ജ്യൂസൊക്കെ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് മൊത്തം കൂടെ ഗ്ലാസ്സോടെ അങ്ങ് പൊക്കിയും കൂടി ചെയ്ത്. എന്നിട്ട് അവസാനം മീശയൊക്കെ വന്നായിരുന്നു പൈനാപ്പിളിൻ്റെ ഈ പത വന്നിട്ടേ. അങ്ങനെ ജ്യൂസ് പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയുള്ളത് ഈ ചട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടേട്ടോ. എന്നിട്ട് അന്ന് ഇതിന് മുമ്പത്തെ ദിവസം പോയി, അന്ന് പോയപ്പം നോക്കി വെച്ച്, പിന്നെ ഇപ്പം പോയപ്പം അത് വാങ്ങിച്ച്. സംഭവം കൊള്ളാം. നമുക്ക് മോരൊക്കെ കറി വെക്കാനും പിന്നെന്താ സാമ്പാറോ പരിപ്പോ അങ്ങനെ ഒഴിച്ച് കറി എന്തിനും വെക്കാം. അങ്ങനെ വാങ്ങിയതാട്ടോ അത്. ഞാൻ പിന്നെ ഒരു ദിവസം ഫുള്ളിങ്ങനെ കഞ്ഞി വെള്ളത്തിൽ കോത്ത് വെച്ചിട്ട് പിറ്റേന്നെടുത്ത് കളഞ്ഞിട്ട് കടലമാവ് ഒഴിച്ച് കടലമാവ് ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഇപ്പോൾ എണ്ണ തൂത്ത് വെച്ചേക്കുവാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ കടലമാവ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തേച്ച് കഴുകിയെടുത്ത് കേട്ടോ. അതൊന്ന് തുണിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വേണം. പിന്നെ പച്ചെണ്ണയാട്ടോ ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണയായാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പച്ചെണ്ണയാട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ഞാനിപ്പം വൈകുന്നേരം ആയല്ലോ, ഇനിയിപ്പം തൊട്ടടുത്ത ദിവസം എടുത്ത് കഴുകിയിട്ട് ബാക്കി പണി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കാം, ചിക്കൻ കറി വെച്ചിട്ട് ചപ്പാത്തികൾ ഉണ്ടാക്കാം. പക്ഷേ ചപ്പാത്തി പരത്തി ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും സമയം ഒരുപാടാകും, കുട്ടികൾക്ക് വിശക്കാനും തുടങ്ങും. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്ത കേട്ടോ. അപ്പം അരി കഴുകി ഒന്ന് കുതുക്കാൻ വെച്ചു. ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് ഇനി പെട്ടെന്ന് നമുക്കൊന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി വെക്കാം. ഇതിപ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത ഒരു ബിരിയാണി കേട്ടോ. നെയ്യും എണ്ണയില്ലാത്ത ബിരിയാണി ഇന്നെന്നായിരിക്കും ചിന്തിച്ചത്. സംഭവം ഭയങ്കര ടേസ്റ്റാണ്. എണ്ണ ഒട്ടുമേ ഒഴിച്ചിട്ടില്ല. ഇതിനകത്ത് ഇപ്പം ചേർക്കുന്നത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെ കേട്ടോ. പിന്നെ ചിക്കൻ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞത്, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇപ്പം ചേർക്കുന്നില്ല, അവസാനം ചേർക്കുന്നോള്. കൈയിട്ട് നന്നായിട്ട് തിരുമ്പുമ്പം കൈ നന്നായിട്ട് നീറും കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് പച്ചമുളക് 2 കീറി ഇട്ടിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കുക്കർ എടുക്കുക. കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് 2 വിസിൽ, ഒരു വിസിൽ അടിപ്പിക്കാം, ഒരു വിസിൽ അടിച്ചിട്ട് രണ്ടാമത്തെ വിസിലാകുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ കുക്കറൊക്കെ അടച്ച് വെച്ച് നമുക്ക് തീ ഓണാക്കാം. നമ്മുടെ ചിക്കനും അങ്ങോട്ട് എടുത്ത് വെക്കാം, അതൊന്ന് വേവട്ടെ. രണ്ടാമത്തെ വിസിലടിക്കാറാകുമ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചോറിൻ്റെ പരിപാടി നോക്കാം. വളരെ ഈസി ആട്ടോ, ഇങ്ങനെ കാണുമ്പം നമുക്ക് ഒരുപാടുള്ളത് പോലെ തോന്നും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കും. ഇതിപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിനകത്തോട്ട് ഞാനിപ്പോൾ മസാലാസ്, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, ബേ ലീഫ് ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പെന്ന് വെച്ചാൽ ചോറനുസരിച്ചുള്ള ഉപ്പും പിന്നെ കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ്, എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചോറ് റെഡി ആയിട്ടോ. അങ്ങനെ അതെല്ലാം ഊറ്റിയെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അടിയിൽ ചിക്കനും ഉണ്ട്, നമ്മുടെ വേവിച്ച് ചോറിട്ട് ദമ്മിട്ടു. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഇട്ട്, ഒട്ടും എണ്ണയില്ലാത്ത നെയ്യൊന്നും ഒഴിക്കാത്ത നല്ല ചിക്കൻ ബിരിയാണി എന്ന് പറയാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.